ഇന്ത്യ എത്തനോൾ ഇന്ധനത്തിലേക്ക് മാറുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയിലെ വലിയ, അതായത് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഏറ്റവും കൂടുതൽ ചെലവഴിക്കപ്പെടുന്നത് ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടിയാണ്. 85-90% ഇന്ധനവും ഇപ്പോഴും ഇന്ത്യ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഗോളതലത്തിൽ എന്തൊരു പ്രതിസന്ധി ഉണ്ടായാലും അത് നമ്മളെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഈ ഓവർ ഡിപ്പെൻഡൻസി, അതായത് ഈ ഇന്ധനത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നു എന്നത് തന്നെയാണ് ആ പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണം. ഇപ്പോൾ തന്നെ നമുക്കറിയാം, US, ഇസ്രായേൽ, ഇറാൻ യുദ്ധം. അതിനു മുമ്പ് നമുക്കറിയാമായിരുന്നു റഷ്യ, യുക്രൈൻ. അത് കഴിഞ്ഞ് ഒക്കെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നേരെ വരുന്ന സമയത്താണ് ഇസ്രായേലും അമേരിക്കയും കൂടി ഇറാനെ ആക്രമിക്കുന്നത്. ആ ആക്രമണത്തിൻ്റെ ദിശ നോക്കിയാൽ അതിനേക്കാളേറെ വിരോധാഭാസമായി നമുക്ക് തോന്നും. കാരണം ഇതാ യുദ്ധം നിർത്തുന്നു എന്ന് പറയുന്നു, തൊട്ടടുത്ത നിമിഷം വീണ്ടും ആരെങ്കിലും ഒരാൾ എടുത്ത തീരുമാനം ലംഘിക്കുന്നു. അങ്ങനെ ഇത് നീണ്ടു പോവുകയാണ്. എപ്പോഴാണ് ഒരു പരിസമാപ്തി ഉണ്ടാവുക എന്ന് നമുക്കറിഞ്ഞുകൂടാ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ലോകത്താകമാനമുള്ള ജനങ്ങളാണ് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നത്. പക്ഷേ ലോകത്താകമാനമുള്ള ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു എന്ന് പറയുമ്പോഴും ഇന്ത്യക്കാർക്കുള്ള ബുദ്ധിമുട്ട് അതീവ ഗൗരവമായി നാം കാണേണ്ടതാണ്, ഗൗരവതരമായി കാണേണ്ടതാണ്. കാരണം എന്താണ്? നമ്മൾ ഈ പറഞ്ഞതുപോലെ ഓവർ ഡിപ്പെൻഡൻസി ഓൺ ഇമ്പോർട്ടഡ് ഫ്യൂവൽ. എവിടെയെങ്കിലും ഒരു യുദ്ധമുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം അത് ബാധിക്കുക ക്രൂഡ് ഓയിലിൻ്റെ ഗതാഗതമാണ്. അപ്പോൾ ഹോർമൂസ് കടലിടുക്ക് വഴി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാം, ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കപ്പെട്ടു, അത് തുറക്കുന്നു, വീണ്ടും അടയ്ക്കുന്നു, അങ്ങനെ പ്രശ്നങ്ങൾ നീണ്ടുപോകുന്നു. അതനുസരിച്ച് ഇന്ത്യക്കുള്ള ഇന്ധന പ്രതിസന്ധിയും നീണ്ടു നിൽക്കുകയാണ്. വിലക്കയറ്റം, അത് മൂലമുണ്ടാകുന്ന വിലക്കയറ്റം, ഇന്ധനത്തിൻ്റെ വിലക്കയറ്റം മാത്രമല്ല, ഇന്ധനത്തിനും വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ സമസ്ത മേഖലകളിലുമാണ് വിലക്കയറ്റം ഉണ്ടാകുന്നത്. ഏറ്റവും ദരിദ്രൻ തൊട്ട് ഏറ്റവും ധനികൻ വരെ ഈ വിലക്കയറ്റത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുന്നു. ധനികന് അത് സഹിക്കേണ്ടി അതൊരു പ്രശ്നമല്ല, പക്ഷേ പാവപ്പെട്ടവർക്ക് അത് വലിയ പ്രശ്നമാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്ത് ഇക്കഴിഞ്ഞ ഏറ്റവും അവസാന വട്ടം ബ്രസീലിൽ വെച്ച് നടത്തിയ ഉഷ്ണതരംഗത്തിനെതിരെ, അതായത് ലോകം ഉഷ്ണതരംഗത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതിനെതിരെയുള്ള ആ COPയുടെ അവസാനവട്ട ചർച്ച, ഇപ്പോൾ കഴിഞ്ഞ അവസാനവട്ട ചർച്ച, കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് 2025 ബ്രസീലിലെ ബെലം സിറ്റിയിലാണ് നടത്തിയത്. അപ്പോൾ ഈ കോൺഫറൻസിലൊക്കെ പറയുന്നത് ചൂട്, ആഗോള താപനില കുറച്ചു കൊണ്ടുവരണം എന്നാണ്. അതായത് 18ാം നൂറ്റാണ്ടിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് മുൻപുണ്ടായിരുന്ന ആഗോള ഉഷ്ണ സാഹചര്യത്തിലേക്ക് കുറച്ചു കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായ എനർജി ഏത് എന്ന് ചോദിച്ചാൽ ഈ ബയോഫ്യൂവൽ എനർജിയാണ്. അത് പ്രകൃതിദത്തമായ എനർജിയാണ്. അതുകൊണ്ടാണ് എത്തനോളിലേക്കുള്ള ഒരു ചുവടുവയ്പ്. അത് 2023 തന്നെ ഇന്ത്യ എത്തനോളിലേക്ക് ചുവട് വയ്ക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ തുടങ്ങി. ഏതെല്ലാം തരം എത്തനോളാണ്? E10, അതായത് എത്തനോൾ 10% എത്തനോൾ ഉള്ളത്, 20% എത്തനോൾ ഉള്ളത്, 100% എത്തനോൾ ഉള്ളത്. ഇങ്ങനെ 3 വെറൈറ്റിയാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. ഇതിനകം തന്നെ പല മാനുഫാക്ചറേഴ്സും, അതായത് വെഹിക്കിൾ മാനുഫാക്ചറേഴ്സും താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞു. അവരുടെ വണ്ടികളിലൊക്കെ, അവർ പുറത്തിറക്കുന്ന വണ്ടികളിലൊക്കെ എത്തനോൾ 20 അവർ ഉപയോഗിച്ച് വരികയാണ്. അതുകൊണ്ട് കസ്റ്റമേഴ്സും അതുമായിട്ട് പരിചയപ്പെട്ട് വരികയാണ്. പക്ഷേ എത്തനോൾ 100ലേക്ക് എത്തുകയാണ് അന്തിമ ലക്ഷ്യം. അത് പക്ഷേ കുറച്ച് കാലം കൊണ്ട് നടക്കേണ്ടതാണ്. അപ്പോൾ അതിനെ പറ്റി ചർച്ച ചെയ്യുന്നതിന് മുൻപ് എങ്ങനെയാണ്, എന്തിൽ നിന്നാണ് ഈ എത്തനോൾ വേർതിരിച്ചെടുക്കുന്നത്? എത്തനോൾ വേർതിരിച്ചെടുക്കുന്നത് കരിമ്പ്, ധാന്യങ്ങൾ, ബയോവേസ്റ്റ്, അതായത് ജൈവമാലിന്യം, അതുപോലെ ധാന്യങ്ങൾ, കരിമ്പ്, ഇതാണ് പ്രധാനമായിട്ടും. അപ്പോൾ ഈ ധാന്യങ്ങൾ എന്ന് പറയുന്നത് വളരെ 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 ശ്രദ്ധയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. കാരണം ധാന്യങ്ങൾ നമ്മുടെ ഭക്ഷ്യസുരക്ഷയുടെ ആധാരശിലയാണ്. അതുകൊണ്ട് തന്നെ
ധാന്യങ്ങളിൽ നിന്ന് എത്തനോൾ എന്ന കോൺസെപ്റ്റ് വരുമ്പോൾ തന്നെ അത് ആരുടെയും നെറ്റി ചുളിക്കുന്ന ഒന്നാണ്. ഏതായാലും എത്തനോൾ ജൈവ ഇന്ധനമാണ്. ഈ ജൈവ ഇന്ധനം ഉണ്ടാക്കിയെടുക്കാൻ കരിമ്പ് മുതൽ, അപ്പോൾ കരിമ്പിൻ്റെ കൃഷി വർദ്ധിപ്പിക്കണം, അതുപോലെ ധാന്യങ്ങളുടെ കൃഷി വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ ജൈവമാലിന്യം എന്ന് പറയുമ്പോൾ ഈ ധാന്യങ്ങൾ തന്നെ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലൊക്കെ അതിൻ്റെ ചില കേന്ദ്രങ്ങളിലൊക്കെ കിടന്ന് പൂപ്പൽ പിടിച്ചു അഴുകിയൊക്കെ പോകുന്ന ധാന്യങ്ങളുടെ കഥ നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെയുള്ള ധാന്യങ്ങളും ഇതിന് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ ജൈവ മാലിന്യം, അതുപോലെ തന്നെ ധാന്യങ്ങൾ, കരിമ്പ്, ഇങ്ങനെയുള്ള ജൈവ സ്രോതസ്സുകളിൽ നിന്നാണ് എഥനോൾ രൂപപ്പെടുത്തേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്? ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ ഇറക്കുമതി. ആ ഇറക്കുമതി വഴി നാം പുറത്തേക്ക് കൊടുക്കേണ്ടി വരുന്ന നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച്, ആ വലിയ ചെലവ് അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരിക. ഇപ്പോഴൊക്കെ നമ്മൾ ഈ യുദ്ധം നടക്കുന്ന കാലത്തൊക്കെ പ്ലീഡ് ചെയ്യുകയാണ്, ഹോർമൂസ് കടലിടുക്ക് തുറക്കണം, അതിൽ ഞങ്ങളുടെ കപ്പലുകളെ കടത്തിവിടണം എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കറിയാം, ട്രംപ് ഭരണത്തിൽ വന്നതിന് ശേഷം റഷ്യയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൂടാ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ 40% വരെ നമ്മൾ റഷ്യയിൽ നിന്നാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. കാരണം റഷ്യയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് കൊടുക്കണ്ട, നമ്മുടെ സ്വന്തം കറൻസി, അതായത് റഷ്യൻ കറൻസിയിലും ഇന്ത്യൻ കറൻസിയിലുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ. അങ്ങനെ പല അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. അതന്നെയുമല്ല, റഷ്യ നമ്മളിൽ നിന്ന് ധാരാളം മറ്റു ഉൽപ്പന്നങ്ങൾ, ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ്സ് ആകട്ടെ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാകട്ടെ ഒക്കെ വാങ്ങുന്ന ഒരു രാജ്യവുമാണ്. പക്ഷേ അമേരിക്ക പറഞ്ഞു റഷ്യയിൽ നിന്ന് വാങ്ങരുത്. അങ്ങനെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് കുറച്ച് കൊണ്ടുവരുമ്പോഴേക്കുമാണ്, റഷ്യയിൽ നിന്നുള്ള വാങ്ങൽ കുറച്ച് കൊണ്ടുവരുമ്പോഴേക്കുമാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധമുണ്ടാകുന്നത്. അപ്പം വീണ്ടും പ്രശ്നങ്ങളെല്ലാം ഒന്നുകൂടി വഷളാകുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ കിഴിയേണ്ടി വരുന്ന ഒരവസ്ഥ, അത് നമ്മളുടെ ഈ ഓയിൽ ഡിപ്പെൻഡൻസി, അതായത് ക്രൂഡ് ഓയിലിനെ നാം ആശ്രയിക്കുന്നു. നമ്മുടെ എനർജി ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രധാനമായും നാം ആശ്രയിക്കുന്നത് ക്രൂഡ് ഓയിലിനെയാണ്. എന്നിടത്ത് നിന്നാണ് ഈ ഡിപ്പെൻഡൻസി, നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് ചോരുന്നു, ദാറ്റ്സ് വൺ തിങ്. അതിനേക്കാൾ പ്രധാനമായിട്ട് വരുന്നത് നമുക്ക് മറ്റുള്ളവരുടെ മുൻപിൽ കിഴിയേണ്ടി വരുന്നു പലപ്പോഴും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നമുക്ക് സ്വന്തം കാലിൽ നിന്ന് ആവശ്യത്തിനുള്ള ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ അത് വലിയ ഒരു നേട്ടമാകും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് ഈ എത്തനോളിലേക്ക് മാറണം. അതുകൊണ്ട് മാത്രമല്ല, അത് ഒരു പ്രധാനപ്പെട്ട കാരണം. മറ്റേ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ COP29, 30, 31 ഒക്കെ അവസാനം ബ്രസീൽ ബേലത്ത് അവസാനിച്ച ഇതിൽ പോലും നമ്മൾ 1800കളിലെ ആ പ്രകൃതിയിലേക്ക് തിരിച്ചു പോകണം. ആ ചൂട് ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് ഉഷ്ണത്തിൻ്റെ കാര്യത്തിൽ തിരിച്ചു പോകണം എന്നുള്ള ആ തീരുമാനത്തോട് അനുയോജിച്ച എല്ലാ രാജ്യങ്ങളും നിലകൊള്ളണം. എങ്കിൽ മാത്രമേ മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റൂ. അതാണ് അവസ്ഥ. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ എത്തനോൾ ഒരു പരിധി വരെയെങ്കിലും എത്തനോളിനെ ആശ്രയിച്ച് നമ്മുടെ ഡിപ്പെൻഡൻസി ഓൺ പെട്രോൾ, ഡീസൽ കുറയ്ക്കാൻ കഴിയുകയാണെങ്കിൽ അത് നമുക്ക് വലിയ ആശ്വാസമാണ് എല്ലാ തരത്തിലും ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഇതിന് വേറൊരു ഗുണമായിട്ട് എടുക്കണമെങ്കിൽ, അതായത് കാർഷിക മേഖലയിൽ വലിയ ഉണർവുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം കരിമ്പ് ഇതുവരെ നമ്മൾ ഷുഗർ പോലെ മറ്റ് കാര്യങ്ങൾക്ക് മാത്രമാണ്, പഞ്ചസാര ഉൽപ്പാദനത്തിനും മറ്റ് ചില സബ്സിഡിയറീസിനും ഒക്കെ വേണ്ടി മാത്രമാണ് കരിമ്പ് ഉൽപ്പാദനം നടത്തുക. ഇപ്പം ഇങ്ങനെ എത്തനോൾ ഉൽപ്പാദനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജൈവ ഉൽപ്പന്നമാണ് കരിമ്പ് എന്ന് വരുമ്പോഴേക്കും കരിമ്പിൻ്റെ കൃഷി വളരെയധികം കൂടുതലായിട്ട് ഉണ്ടാകും. അപ്പോൾ ആ കരിമ്പ് കൃഷിയിലേക്ക് ഒരുപാട് പേർക്ക് തിരിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെയാണ് ധാന്യങ്ങളുടെ കൃഷി. അപ്പോൾ ഈ ധാന്യങ്ങളുടെ കൃഷിയിലേക്ക് കൂടുതലായിട്ട് ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടതിലേക്ക് പോകുമ്പോൾ നമ്മുടെ ധാന്യോൽപാദനം ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കേണ്ടി വരും. അത് നല്ലതാണ്. കർഷകർക്ക് വിപണി ഉണ്ടല്ലോ, വിപണി ഉള്ളത് കൊണ്ട് വില വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് ഉൽപ്പാദനവും വർദ്ധിക്കും. ഇതൊക്കെ കാർഷിക മേഖലയിലെ തൊഴിലിനുള്ള സാധ്യതകൾ വർദ്ധിക്കും. അവരുടെ ഉൽപ്പാദനത്തിന് മെച്ചപ്പെട്ട വില കിട്ടുവാനും അവരുടെ ജീവിത നിലവാരം ഉയരുവാനും ഒക്കെയുള്ള ഇപ്പോൾ തന്നെ നമ്മുടെ 40-45%
ഇന്ത്യയുടെ തൊഴിലാളികളുടെ 45-48% വരെ കൃഷിയെ ആശ്രയിക്കുകയാണ്. അങ്ങനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇനിയും കൂടുതൽ പേർ കൃഷിയിലേക്ക് ആകർഷിക്കപ്പെടാം. അതുമല്ല, നമുക്ക് കൃഷിയെ കൂടുതൽ ടെക്നോളജിക്കലായിട്ട് വികസിപ്പിച്ച് ടെക്നോളജി കൃഷിയിലേക്ക് ചെല്ലുകയാണെങ്കിൽ ആൾക്കാരുടെ എണ്ണം കുറച്ചുകൊണ്ട് തന്നെ ടെക്നോളജിക്കലായിട്ട് തന്നെ കൂടുതൽ ഉൽപ്പാദനം നടത്താൻ പറ്റും. പക്ഷേ അതിനൊക്കെ സമയമെടുക്കും. ഇന്ത്യയെ സംബന്ധിച്ച് അത്ര എളുപ്പം ടെക്നോളജിക്കൽ റവല്യൂഷൻ, കാർഷിക മേഖലയിൽ ഒരു വലിയ റവല്യൂഷൻ ടെക്നോളജിയിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ അങ്ങനെ എങ്കിൽ തന്നെയും കാർഷിക മേഖലയുടെ പ്രസക്തി വർദ്ധിക്കുന്നു, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണി വിപുലമാകുന്നു. ഇതൊക്കെയാണ് ഈ എത്തനോൾ ഉൽപ്പാദനത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം. അപ്പോൾ അതേ സമയത്ത് തന്നെ ഇതിനെതിരെ നമുക്ക് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഇന്ത്യ കഴിഞ്ഞ 7-ാം തീയതി, അതായത് ലോക പോപ്പുലേഷൻ ഡേ പുറത്തു വന്നിരിക്കുന്ന കണക്കനുസരിച്ച് ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒന്നാമത്തെ പോപ്പുലേഷനാണ്. അത് നമുക്ക് നേരത്തെ അറിയാം. 142,99,00,000 ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. 142,99,00,000 യുണൈറ്റഡ് നേഷൻസിൻ്റെ കണക്കാണിത്. അത്രയും പോപ്പുലേഷനുള്ള ഒന്നാമത്തെ പോപ്പുലേഷൻ രാജ്യമാണ്. രണ്ടാമത്തെ പോപ്പുലേഷൻ രാജ്യമായ ചൈനയിൽ 140 കോടിയിലധികമാണ് ജനങ്ങളുള്ളത്. അപ്പോൾ ഇത്രയും ജനസംഖ്യകളുള്ള ഇന്ത്യയെ തീറ്റിപ്പോറ്റാൻ തന്നെ വലിയ തോതിൽ ധാന്യങ്ങൾ വേണം. അവരുടെ ഈ പറയപ്പെട്ട മധുരം, ഷുഗർ, ശർക്കര, ഇതിനൊക്കെ വേണ്ടി തന്നെ കൂടുതൽ കരിമ്പ് കൃഷിയും ആവശ്യമാണ്. അപ്പോൾ അത് മാത്രവുമല്ല, മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ 2030 ആകുമ്പോഴേക്കും പട്ടിണി അകറ്റണം ലോകത്ത് നിന്ന് എന്നാണ്. എന്ന് വെച്ചാൽ ധാന്യ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് ദരിദ്രരോ ഇല്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കണം. ഇന്ത്യയും അങ്ങനെ തന്നെ ആകണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഈ എത്തനോളിൻ്റെ ഉൽപ്പാദനത്തിലേക്ക് ധാന്യങ്ങൾ പോകുന്നു, കരിമ്പ് പോകുന്നു എന്നൊക്കെ പറയണത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായേക്കാം. വിമർശനങ്ങൾക്ക് കാരണമാകുക മാത്രമല്ല, കൂടുതൽ പേർ പട്ടിണിയിലേക്ക് പോയി എന്ന് വരാം. കാരണം ധാന്യത്തിന് ഡിമാൻഡ് കൂടുമ്പോൾ വില കൊടുക്കാൻ പറ്റുന്ന കോർപ്പറേറ്റുകൾ, എത്തനോളിൻ്റെ പ്രൊഡക്ഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന കോർപ്പറേറ്റുകളാകും വില കൊടുത്ത് വാങ്ങുക. പാവപ്പെട്ടവർക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ കൂടുതൽ പാവങ്ങൾ പട്ടിണിയിലേക്ക് പോകുമോ? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതുവഴിയായിട്ട് ഉരുത്തിരിയാൻ കാരണമുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഇത്തരം വലിയ രൂക്ഷമായ ഭക്ഷ്യപ്രതിസന്ധി പോലെയുള്ളതിലേക്ക് പോകാതെ, ഭക്ഷ്യപ്രതിസന്ധി ഇല്ലാതെ ദാരിദ്ര്യം തുടച്ചു നീക്കുക ഒരു വശത്ത്, മറുവശത്ത് എത്തനോൾ ഉൽപ്പാദനത്തിന് ആവശ്യമായ ധാന്യങ്ങൾ കൂടി ഉണ്ടാക്കുവാൻ കഴിയുക, ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക. അങ്ങനെ പോകണമെങ്കിൽ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കണം. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ഈ വർഷം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ വിലയൊക്കെ വളരെ ഉയർന്നിരുന്നു. അത്തരം സിറ്റുവേഷനിൽ പോലും ഗവൺമെൻറ് സബ്സിഡി കൊടുത്തൊക്കെ ധാന്യത്തിൻ്റെ കൃഷി, കരിമ്പിൻ്റെ കൃഷി ഇതൊക്കെ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറയപ്പെട്ട രീതിയിൽ എത്തനോളിൻ്റെ ഉൽപ്പാദനത്തിലേക്ക് കൂടുതലായിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എത്തനോൾ 10, എത്തനോൾ 20 ഇത് രണ്ടും ഇന്ത്യയിലെ വിപണിയുമായിട്ട് സൗഹാർദ്ദത്തിലാണ്. എന്ന് വെച്ചാൽ യോജിച്ചു കഴിഞ്ഞു. എത്തനോൾ 20യുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വാഹനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അതുമായിട്ട് ഡ്രൈവേഴ്സും ഉപഭോക്താക്കളും സമരസപ്പെട്ട് കഴിഞ്ഞു. അതേ സമയത്ത് എത്തനോൾ 100ലേക്ക് വരുമ്പോഴാണ് ഏകദേശം 100% പെട്രോൾ, ഡീസൽ എന്ന അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ എത്തനോൾ കൊണ്ട് തന്നെ ഓടുന്ന വാഹനങ്ങളിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, എത്തനോൾ മാത്രം ഉപയോഗിക്കുന്ന വാഹനങ്ങളിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്താണ്? അതായത് പരിസ്ഥിതി കൂടുതൽ ക്ലീനാകും. എന്ന് വെച്ചാൽ കാർബൺ ഡയോക്സൈഡ് പോലെയുള്ള യാതൊരു ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ സംജാതമാകും. എത്തനോൾ 100 എന്ന തരത്തിലുള്ള വാഹനങ്ങളിലേക്ക് നമുക്ക് മാറാൻ പറ്റുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് ടാർഗറ്റ്, അതായത് അങ്ങനെ എത്തനോൾ 100ലേക്ക് മാറാൻ പറ്റുകയാണെങ്കിൽ ഇന്ത്യക്ക് ഏറ്റവും സുഗമമായിട്ട് എത്താൻ പറ്റുന്ന ലക്ഷ്യം ഏതാണ്? COP23 ഒക്കെ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ക്ലൈമറ്റ് സഹകരണത്തിലേക്ക് ഇന്ത്യക്ക് എത്താൻ പറ്റും. അത് വലിയ ഒരു പ്രയോജനം തന്നെയാണ്. ഏറ്റവും ആകർഷണീയമായ ഒരു ലക്ഷ്യമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് 100% ഡിപ്പെൻഡൻസി, അതായത് ഒട്ടുമേ
ക്രൂഡ് ഓയിലിനെ ഒട്ടുമേ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പൂർണ്ണമായിട്ട് നമ്മൾ എത്തനോളിലേക്ക് മാറും എന്ന അവസ്ഥ വരും. പക്ഷേ അപ്പോൾ ഈ എനർജി സെക്യൂരിറ്റി ഇങ്ങനെ നേടിയെടുക്കുന്നു എന്ന് വരികിൽ പോലും ഇത് പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഒന്നാമത്തെ ഡിബേറ്റ് ഫുഡ് വേഴ്സസ് ഫ്യൂവൽ. ഭക്ഷണമാണോ വലുത്, ഫ്യൂവലാണോ വലുത്? അപ്പോൾ ഫുഡാണ് വലുത്. അതാണ് ഞാൻ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളുമായിട്ടൊക്കെ ലിങ്ക് ചെയ്തത്. പിന്നെ അതുപോലെ ഈ വാട്ടർ ആൻഡ് ലാൻഡ് യൂസ് കൺസേൺസ് അവിടെ വരുന്നുണ്ട്. എന്താണ് ഈ വാട്ടർ ആൻഡ് ലാൻഡ് യൂസ് കൺസേൺസ് എന്ന് പറയുന്നത്? ഈ കരിമ്പ് എന്ന് പറയുന്നത് വളരെയധികം വാട്ടർ ഇൻറ്റൻസീവായിട്ടുള്ളൊരു ക്രോപ്പാണ്. വളരെയധികം ജലസേചനം ആവശ്യമുള്ള ഒരു ക്രോപ്പാണ്. പിന്നെ ധാന്യങ്ങൾ എന്ന് പറഞ്ഞല്ലോ, മെയ്സാണ് ഇതിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, എത്തനോളിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ കരിമ്പ് തന്നെ വാട്ടർ ഇൻറ്റൻസീവാണ്. ഈ മറ്റ് കൃഷികളും ഒക്കെ, അതായത് ധാന്യങ്ങൾ, ഏത് ധാന്യമാണെങ്കിലും അതിനും ജല സ്രോതസ്സുകൾ ആവശ്യമാണ്. ഭക്ഷ്യ സ്വയം പര്യാപ്തത, അതുപോലെ ജല സ്വയം പര്യാപ്തത, ഇതൊക്കെയാണ് ഈ എനർജി സ്വയം പര്യാപ്തതയോട് മത്സരിക്കുന്ന ഘടകങ്ങൾ ഇന്ത്യയിൽ. എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ലോകത്തെ ആകെ ജനസംഖ്യയുടെ 17.7% ഇന്ത്യയിലാണ്. പക്ഷേ ലോകത്തെ ആകെ ജലത്തിൻ്റെ 4% മാത്രമേ ഇന്ത്യയിലുള്ളൂ. ആ ജലം നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തണം? അതായത് നമുക്ക് 2-4 ദിവസം കൊണ്ട് തീർന്നിട്ട് പിന്നെ സാരമില്ല, ഇനി ജലമില്ലാതെ മുന്നോട്ട് പോകാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം ജലം തീരുന്നിടത്ത് മനുഷ്യജീവനും തീരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 17.7% പോപ്പുലേഷന് 4%, ലോകത്തെ ആകെ ജലത്തിൻ്റെ 4% മാത്രമുള്ള ഇന്ത്യ ഇതിനെ എങ്ങനെ കൃത്യമായിട്ട് സംയോജിപ്പിച്ച് കൊണ്ടുപോകുമെന്നുള്ളതാണ്. എത്തനോൾ ഉൽപ്പാദനത്തിന് ആവശ്യമായ കരിമ്പ് കൃഷിക്ക് വെള്ളം വേണം, മെയ്സ് കൃഷിക്ക് വെള്ളം വേണം. അതിനോടൊപ്പം തന്നെയാണ് നമുക്ക് കുടിക്കാനും മറ്റെല്ലാ ആവശ്യങ്ങൾക്കുമുള്ള ജലവും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ആവശ്യങ്ങൾക്കുള്ള ജലം കുറയാതെ എത്തനോൾ ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ള കൃഷിക്ക് ജലം ഉപയോഗിക്കാൻ പറ്റുമോ? അതാണ് ഏറ്റവും വലിയ ചോദ്യം. അതായത് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പറ്റുകയില്ലെങ്കിൽ നമുക്ക് എത്തനോളിലേക്ക് തിരിയാനേ പറ്റുകയില്ല എന്നർത്ഥം. ഇനി വേറെ ഒന്ന് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറാണ്. ഈ E20 അതായത് 20 10 ഒക്കെ കണ്ടൻറ്റുള്ള, എത്തനോൾ കണ്ടൻറ്റുള്ള പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്നത് പോലെയല്ല E100ലേക്ക് പോകുമ്പോൾ, അതായത് പൂർണ്ണമായിട്ടും എത്തനോൾ എനർജി ഉപയോഗിച്ചാകും അപ്പോൾ വാഹനങ്ങൾ പോവുക. അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്ന സമസ്ത വാഹനങ്ങളും എന്താ പറയുക, ഒരു മോഡിഫിക്കേഷൻ്റെ സ്റ്റേജിലേക്ക് എത്തും. അതായത് ഡിമോളിഷ് ചെയ്തിട്ട് റീകൺസ്ട്രക്റ്റ് ചെയ്യുക എന്ന രീതിയിലുള്ള ഒരു മോഡിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിലനിൽക്കുന്ന എല്ലാ മോട്ടോർ വെഹിക്കിൾ മാനുഫാക്ചറേഴ്സും, അത് വലിയ മോട്ടോർ വെഹിക്കിൾസ് ആകട്ടെ ചെറിയ മോട്ടോർ വെഹിക്കിൾസ് ആകട്ടെ, എല്ലാ തരം മോട്ടോർ വെഹിക്കിൾ ഓണേഴ്സിനും അത് വലിയ ഒരു എന്താ പറയുക റെവല്യൂഷണറി ചേഞ്ച് ആകും. വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അത്യാവശ്യമാണ്. ഇപ്പോൾ ഉള്ളതിനെയെല്ലാം സ്ക്രാപ്പാക്കി കളഞ്ഞിട്ട് പൂർണ്ണമായിട്ടും പുതിയ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരിക, പുതിയ മോഡിലുള്ള പ്രൊഡക്ഷൻ വരിക എന്നൊക്കെ വരുമ്പോഴേക്കും അത് ഒരു ചേഞ്ചാണ്. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ നമ്മുടെ രാഷ്ട്രം ഒരുപാട് വർഷങ്ങളെടുക്കും. നമ്മൾ പറയുന്നത് പോലെ എളുപ്പം എത്തനോൾ എനർജിയിലേക്ക് പൂർണ്ണമായിട്ട് മാറി നമ്മൾ COPക്ക് അനുകൂലമായ രീതിയിൽ നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ട് ഈസി ആയിട്ട് മുന്നോട്ട് പോകാം. നമ്മൾ ഇനി ഓയിൽ, അതുപോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന പ്രശ്നമേ ഇല്ല എന്നൊക്കെയുള്ള തീരുമാനമെടുക്കുമ്പോൾ ഇങ്ങനെ ചില വലിയ പ്രശ്നങ്ങളാണ്. അതായത് 17.7% ജനങ്ങൾ നിൽക്കുന്ന ഇന്ത്യയിൽ ലോകത്തെ ജലത്തിൻ്റെ 4%മേ ഉള്ളൂ. ആ 4% ജലം കൊണ്ട് എങ്ങനെ എത്തനോൾ ഉൽപ്പാദനത്തിന് ഊന്നൽ കൊടുക്കാൻ പറ്റും? അതിന് എന്തുമാത്രം ജലം വേണ്ടിവരും? ആ ജലത്തെ നമ്മൾ എവിടെ നിന്നാണ് സമാഹരിക്കുക? അതായത് ഇപ്പോൾ ഉള്ള ജലസ്രോതസ്സുകളല്ലാതെ നമുക്ക് ജലസ്രോതസ്സുകൾ കണ്ടെത്താൻ കഴിയും. ഇങ്ങനെയൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുകയാണ്. അപ്പോൾ എന്തായാലും യൂണിയൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ നിതിൻ ഗഡ്കരി ഈ അടുത്ത നാളിൽ പറഞ്ഞിരിക്കുന്നത്
നമുക്ക് ഈ 100ലേക്ക്, അതായത് എത്തനോൾ 100, അതായത് 100% എത്തനോൾ ബേസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങളിലേക്ക് ഒരു പോക്ക് നമ്മൾ സാവകാശമായിട്ടെങ്കിലും അതിലേക്ക് പോകുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിനു വേണ്ടി ഇനി എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനമായിട്ടില്ല, അതൊക്കെ ചർച്ചയിലിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ സമാധാനിക്കാവുന്നത് തൽക്കാലം E20യുടെ വരവ് മാത്രമേ വിപണിയിൽ ഉണ്ടാകൂ. അത് കഴിഞ്ഞ് സാവകാശമായിട്ട് ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ വലിയ മാറ്റം വരുത്തി പതുക്കെ ഈ 100ലേക്ക് പോകും എന്ന് വേണം നമുക്ക് വിചാരിക്കാൻ. അപ്പോൾ ഇപ്പം നമുക്ക് വിചാരിക്കാവുന്ന എന്താണെന്ന് വെച്ചാൽ തൽക്കാലം എത്തനോൾ എനർജിയും പെട്രോളിയം എനർജിയും നമ്മുടെ ട്രാൻസ്പോർട്ട് രംഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ഊർജ രംഗത്ത് പങ്കാളിത്തം വഹിക്കും. ഒരു പരിധിവരെ E20 വാഹനങ്ങളും ഒക്കെ കാണും. വലിയ പരിധിവരെ, ഒരുപക്ഷെ കൂടുതലുള്ളത് E100 വാഹനങ്ങളായിരിക്കും. ക്രമേണ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള വാഹനങ്ങൾ കുറഞ്ഞു വരും. അതേ സമയത്ത് E100 വാഹനങ്ങളുടെ എണ്ണം കൂടിയും വരും. അങ്ങനെ ഒരു ഘട്ടം എത്തുമ്പോഴേക്ക് ഇന്ത്യ പൂർണ്ണമായും എത്തനോൾ എനർജിയിലേക്ക് മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷ നമ്മുടെ ഭക്ഷ്യസുരക്ഷയെയോ ജല ലഭ്യതയെയോ ഹനിക്കുകയില്ല, തകിടം മറിക്കുകയില്ല എന്നും നമുക്ക് സമാധാനിക്കാം.